തമിഴ്നാട്ടിലും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നെല്ലിമരങ്ങൾ ഇപ്പോൾ വൻതോതിൽ നട്ടുപിടിപ്പിച്ച് വ്യാവസായികമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇവ ഹൈബ്രിഡ് നെല്ലിമരങ്ങളായതിനാൽ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പ്രത്യേക കാലമില്ല. മിക്ക സീസണിലും നെല്ലിക്ക ഇപ്പോൾ ലഭ്യമാകുന്നതിന് ഇത്തരം ആധുനിക ഇനങ്ങൾ കാരണമായിട്ടുണ്ട്. നാടൻ നെല്ലിക്കയോളം ഗുണം ഇതിനൊന്നിനുമില്ലെങ്കിലും കാടിനെയും നാടിനെയും നഗരം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇത് കിട്ടുന്നത് തന്നെ ഭാഗ്യമെന്ന് കരുതുക. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഒരു നിശ്ചിത കാലം ഒരു വിദ്യാലയത്തിൽ പഠിച്ചിട്ട് കിട്ടുന്ന അറിവിനേക്കാൾ എത്രയോ വലുതാണ് പണ്ടുള്ള കാലം ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് കിട്ടിയിരുന്നത്. ഒരു ഗുരുവിൻ്റെ കീഴിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് പ്രപഞ്ചം എന്ന ഈ മഹാപാഠപുസ്തകത്തെ അറിയാനും കാണാനും ഒക്കെയുള്ളൊരവസരം ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അത്തരം അനുഭവ സമ്പത്തുള്ള ഒരു പാരമ്പര്യ വൈദ്യശ്രേഷ്ഠൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നത് തന്നെ എത്രമാത്രം വലിയൊരു കാര്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോൾ വില്ലൻ ചുമ കുറവല്ലേ, ഈ വില്ലൻ ചുമയുള്ള കുട്ടികൾക്ക് ചുമച്ച് തുപ്പുന്നതിനകത്ത് കുറച്ച് രക്തം കാണും. അതുപോലെ കണ്ണിനകത്ത് കണ്ണിൻ്റെ വെളുപ്പ് ഉള്ള ഭാഗങ്ങളിൽ രക്തം, അത് ചെറിയ രക്തക്കുഴലുകൾ ഇങ്ങനെ പൊട്ടുന്നുണ്ടാണെന്ന് പറയുന്നത്, ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാം. അതിന് ഞാൻ ഈ നെല്ലിക്ക നീര് പഞ്ചസാര ചേർത്ത് കുറുക്കി കട്ടിയാക്കി തേനും ചേർത്ത് കൊടുത്തപ്പോൾ ഈ രക്തം തുപ്പുന്നതുണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് ശമിച്ച് കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഞാൻ പറഞ്ഞ ധാത്രിയാസവം കൊടുത്തിട്ട് ഈ കാലുകൈ പൊട്ടുന്നതുണ്ടോ, അതെനിക്ക് അനുഭവമുണ്ട്. സാധാരണ നമ്മൾ മഹാതിക്തമായിരുന്നു അധികവും കൊടുക്കാറ്. അപ്പം മഹാതിക്തം കഷായത്തിൻ്റെ കൂടെ ഈ ധാത്രി അരിഷ്ടം ചേർത്ത് കൊടുത്തപ്പോൾ കൂടുതൽ എഫക്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ നീര് ചതച്ചെടുത്ത് ഉഴുന്ന് വറുത്ത് പൊടിച്ചത് ഇതിനകത്ത് ഭാവന ചെയ്യുക. ഈ നീരിൽ ഭാവന ചെയ്തെടുക്കുക. നിഴലിൽ ഉണക്കി സൂക്ഷിക്കുന്നതിനാണ് ഭാവന ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള പൊടി നെല്ലിക്ക നീരിലും തേനും ചേർത്ത് ദിവസേന ഉപയോഗിച്ചാൽ വളരെയധികം ആരോഗ്യപ്രദവും ധാതു പോഷകവുമായിട്ടുള്ള ഒരു ചികിത്സാക്രമമാണ്. ഇനി മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള രോഗങ്ങളിലാണെങ്കിൽ ഈ നെല്ലിക്ക തന്നെ ഉണക്കി പൊടിച്ച പൊടി പാലിൽ ചേർത്ത് നൽകാവുന്നതാണ്. ഇനി വളരെയധികം സാധാരണമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വായ്പുണ്ണുണ്ടാവുക. കൊച്ചു കൊച്ചു കുരുക്കൾ പോലെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ ഈ പച്ചനെല്ലിക്കയുടെ നീര് കരിഞ്ജീരകം പൊടിച്ചതും തൈരും ചേർത്ത് യോജിപ്പിച്ച് വായ്ക്കകത്ത് ലേപനത്തിനും അതുപോലെ അത് വെള്ളത്തിൽ കലക്കി വായിൽ കവിൾ കൊണ്ട് പിടിക്കുന്നതിന് കപളഗ്രഹത്തിനായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലും കഫരോഗങ്ങളിലുമൊക്കെ ഈ പച്ചനെല്ലിക്കയുടെ നീര് തന്നെ തിപ്പലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പ്രമേഹ രോഗികളിലാണെങ്കിൽ ഈ പച്ചനെല്ലിക്ക നീര് മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് ഉപയോഗപ്പെടുത്തുന്നു. ഇനി അസിഡിറ്റി ഉണ്ടാകുക അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വയറുവേദന മുതലായിട്ടുള്ള അവസരത്തിൽ പച്ചനെല്ലിക്ക പാലിലരച്ച് ഔഷധമായിട്ട് നൽകുന്നുണ്ട്. ഇനി നേത്ര രോഗങ്ങളിലാണെങ്കിൽ ഈ പച്ചനെല്ലിക്ക പൊടിച്ചത് തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ ത്രിഫല ചൂർണം, നെല്ലിക്ക ചേർന്നിട്ടുള്ള ത്രിഫല ചൂർണം തന്നെ തേൻ ചേർത്തോ രാത്രി കിടക്കാൻ നേരം കഴിക്കാനായിട്ട് നൽകുന്നു. ഇനി മുടി വളരുന്നതിനും മുടി കറുക്കുന്നതിനുമെല്ലാം പച്ചനെല്ലിക്ക ചേർത്ത് വീട്ടിലുണ്ടാക്കാവുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഔഷധയോഗമാണ് ഈ പച്ചനെല്ലിക്ക സമം കയ്യുണ്യം ചേർത്ത് നല്ല വടിക അരച്ച് അഞ്ജനക്കല്ല് പൊടിച്ച് ചേർത്ത് നിഴലിൽ ഉണക്കി സൂക്ഷിക്കുക. നാം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ ഈ ഭസ്മം ചേർത്ത് യോജിപ്പിച്ച് ദിവസേന തലയിൽ തേച്ച് 1 മണിക്കൂർ സമയമൊക്കെ തേച്ചതിന് ശേഷം സാധാരണ എന്തെങ്കിലും താളികൾ ഉപയോഗിച്ച് കുളിക്കുക. ഇത് വളരെയധികം ഫലപ്രദമായിട്ടുള്ളതും ഇനി പരമ്പരാഗതമായിട്ട് തന്നെ നരയൊക്കെ ഉള്ളവർക്ക് അതിനെ തടയുന്നതിന് കൂടുതൽ നരയ്ക്കാതിരിക്കുന്നതിനും അതിൻ്റെ കാലദൈർഘ്യം താമസിപ്പിക്കുന്നതിനുമെല്ലാം ഇത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു യോഗമാണ്. ഇനി നെല്ലിക്ക തന്നെ ഒരു പ്രതിരോധ ഔഷധമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെല്ലിക്ക കയ്യുണ്യത്തിൻ്റെ നീരിൽ അരച്ച് തേൻ ചേർത്ത് ദിവസേന ഉപയോഗിക്കാം. ഇത് ആരോഗ്യത്തെ നിലനിർത്താനൊക്കെ വളരെ ഫലമുള്ളതും ഔഷധസിദ്ധി അനുഭൂതമായിട്ടുമുള്ള ഔഷധയോഗമാണ്.